AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പോക്സി ഹേസ് റിമൂവിംഗ് ആണ്. അതായത് ഈ വിരിച്ച ടൈലിനകത്ത് ഇപ്പോക്സി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം അതിനകത്ത് ലൈനിന് ചുറ്റും, ഫോർ എക്സാമ്പിൾ ഇതാണ് ടൈല്, ഇതിനകത്ത് 3mm സ്പേസർ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് കളറിൽ എപ്പോക്സി ഫില്ല് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇത് സ്ക്രബ്ബർ ഇട്ട് വാഷ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം ഓക്കെ ആയി. പക്ഷേ ആക്ച്വലി അവിടുന്ന് ഇപ്പോക്സി മൊത്തത്തിൽ പോയിട്ടുണ്ടാവില്ല. ഈ ഇപ്പോക്സി എന്തുകൊണ്ടാണ് അവിടെ സ്റ്റക്കായി ഇരുന്നത്? അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഒരു വീട്, ഇതേപോലെ ഒരു പുതിയ വീട് നമ്മുടെ തന്നെ മെറ്റീരിയൽ എടുത്തത്, പക്ഷേ എപ്പോക്സി ഇട്ട പണിക്കാരനകത്ത് ഒരു ഫാക്ടർ അവർ അതിനകത്ത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, അത് നമ്മൾ ഏത് ക്ലീനർ വെച്ചാണ് അത് ക്ലീൻ ചെയ്തത്, എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്ത് സാറ്റിസ്ഫാക്ടറി ലെവലിലോട്ട് കൊണ്ടുവന്നത്, അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോക്സി ഹേസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്കറിയാം, എപ്പോക്സി ആപ്ലിക്കേഷനകത്ത് ഒരു പൗഡർ കാണും, അതിന് റെസിനും ഹാർഡനറും ആയിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ മിക്സ്ചറിന് ഒരു 40 മിനിറ്റ്സ് ആണ് അതിന്റെ സെറ്റിംഗ് ടൈം. അപ്പോൾ 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അത് തുടച്ച് തുടങ്ങണം. അപ്പോൾ 40 മിനിറ്റ്സ് എന്നുള്ളത് ചിലപ്പോൾ 45 മിനിറ്റ്സ് ആവും, ചിലപ്പോൾ 50 മിനിറ്റ്സ് ആയെന്ന് വെച്ചു. അപ്പം ഈ ടൈലിന്റെ സർഫേസിൽ ഒട്ടിയിരിക്കുന്ന ലെയർ ആയിരിക്കും ആദ്യം സെറ്റ് ആവുന്നത്. അങ്ങനെയാണ് സെറ്റായി മേളിലോട്ട് ഇത് വരുന്നത്. ക്ലീൻ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ലെയർ ഇളകി വരത്തില്ല. പക്ഷേ ഇത് സംഭവം ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് നമുക്കിത് അറിയാനും പറ്റത്തില്ല. ഇത് അറിയുന്നത് ശരിക്കും ഒരു വീട്ടിൽ താമസം തുടങ്ങി ഒരു 10-20 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്കിത് അറിയാൻ പറ്റുന്നത്. അത് എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈൻസിന് ചുറ്റും ഇപ്പൊ ഈ ടൈലിന്റെ 4 സൈഡും അഴുക്ക് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. അതായത് നടുക്ക് ടൈലിന്റെ കളറായിരിക്കും, തനത്തായ കളറായിരിക്കും, പക്ഷെ ചുറ്റും കാണുന്നതിനകത്ത് ഒരു സ്വല്പം ചെളിയുടെ കളറും കൂടെ പെരലാൻ തുടങ്ങും. ഇത് പല വീടുകളിലും കാണുന്ന പ്രശ്നമാണ്. പക്ഷെ ഇതിനെ ആദ്യം വീട്ടുകാർ ഇതിനെ ഇമ്മീഡിയറ്റ്ലി തീരുമാനിക്കും ഇത് ടൈലിന്റെ പ്രശ്നമാണ്, ഇത് ടൈലിലാണ് കറ പിടിക്കുന്നത്, ടൈലിന് പ്രശ്നമുള്ളത്. അപ്പോൾ അവർ ടൈലുകാരെ വിളിക്കും. ഈ ടൈലുകാരും വരുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. ടൈൽ ഉണ്ടാക്കുന്ന കമ്പനീസ് എപ്പോക്സി ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് അവർ അവരുടെ സ്റ്റാഫിനെ എപ്പോക്സിയിൽ ട്രെയിൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് നാൾ കഴിഞ്ഞ് പല ലെവലില് പ്രോബ്ലം എസ്കലേറ്റ് ചെയ്ത് മേളിലോട്ട് പോയി ഏറ്റവും തലപ്പത്തുനിന്ന് ആരെങ്കിലും ഈ 2 പ്രൊഡക്റ്റും അറിയുന്ന ഒരാൾ വരുമ്പോഴായിരിക്കും അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രശ്നം ടൈലിലല്ല, പ്രശ്നം ഇട്ട എപ്പോക്സി ക്ലീൻ ചെയ്തതിലാണ് ഈ പ്രശ്നം വന്നത്. പല സൈറ്റുകളും ഞങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഉള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് സാറ്റിസ്ഫാക്ടറി ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ആവുന്നിടം വരെ ഇതിന്റെ കസ്റ്റമേഴ്സ് അനുഭവിക്കുന്ന ഒരു മാനസികമായ ഒരു പീഡനം അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഇനിയും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബന്ധപ്പെടണം. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാതിരിപ്പെട്ട കറകളെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് കറകളെ ഉള്ളൂ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത. ഈ പ്രശ്നം എപ്പോക്സി ഹേസ് എന്ന് പറയുന്ന പ്രശ്നം കറയല്ല. ഇത് ആക്ച്വലി അതിന്റെ പുറത്ത് ഇട്ട ഒരു സബ്സ്റ്റൻസ് ക്ലീൻ ചെയ്യാൻ വന്ന വീഴ്ചയാണ് എപ്പോക്സി ഹേസ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ വർക്ക്ഷോപ്പ് വീഡിയോയിലേക്ക് പോവാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അത് എന്തുവാ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പം നമുക്ക് നേരെ സൈറ്റിലോട്ട് പോവാം. ഇതാണ് നമ്മൾ ആ പറഞ്ഞ വീട്. എൻ്റെ പുതിയൊരു വീടാണ്, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ വർക്ക്. പക്ഷെ ഉപയോഗിച്ച് 2 ആഴ്ച ആയപ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് ഒരു ഫീൽ ചെയ്ത് ടൈലിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, ടൈല് ശരിക്കും അഴുക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് വന്നതും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ടൈല് അഴുക്ക് പിടിക്കുന്ന, ടൈലിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ടൈലിൻ്റെ കംപ്ലൈൻ്റ് അല്ല, അപ്പോക്സി ഫില്ല് ചെയ്തപ്പോൾ അതിൻ്റെ ഹേസ് അവിടെ ബാലൻസ് ഇരുന്ന് പോയതാണ് വിഷയം. അപ്പം ഇത് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് ഈ ലൈൻസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് മാർക്കും പിന്നെ അതേപോലെ സ്ക്രബ്ബർ ഓടിയ മാർക്ക് വരെ അവിടെ ഉണ്ട്. വിച്ച് മീൻസ് ഇത് വളരെ കെയർലെസ് ആയിട്ട് ചെയ്ത വർക്കാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ്. വർക്കേഴ്സിനെ നമുക്ക് മൊത്തമായിട്ട് ഇതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല, എന്നാൽ അവർക്ക് തെറ്റുണ്ട്. അതായത് ഓപ്പൺ ഏരിയയിൽ നമ്മൾ ഇപ്പോക്സി ചെയ്യുമ്പോൾ എപ്പോക്സി മുറിക്കകത്ത് സെറ്റ് ആവുന്നതിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ എയറിൽ സെറ്റ് ആവും. സോ വിച്ച് മീൻസ് നമ്മൾ മുറിക്കകത്ത് ഒരു 40 മിനിറ്റ് സെറ്റിംഗ് ടൈമാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ഒരു 30 or 35 മിനിറ്റ് സെറ്റിംഗ് ടൈം കൊടുക്കാവും, അപ്പോഴേ ക്ലീൻ ചെയ്തത്. ഇതാ വീടിന്റെ ഉൾവശമാണ്. ഇവിടെ പോളിഷ് ടൈലാണ് ഇട്ടേക്കുന്നത്, കജാരിയുടെ ഫുൾ ബോഡി വിട്രിഫൈഡ്സ് ആണ്. പക്ഷേ ഇതിനകത്ത് പോളിഷ് ആയതുകൊണ്ട് അത്രയും പ്രശ്നം ഇതിനകത്ത് വന്നില്ല. എന്നാലും ബ്ലാക്ക് സ്മഡ്ജസ് നമുക്ക് ലൈനിനോട് ചേർന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മിക്ക വീടുകളിലും ഉള്ള പ്രശ്നമാണ്. ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ല. പക്ഷെ പലരും ഇത് ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് ഇതിന് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അല്ലെങ്കിൽ പലപ്പോഴും ഇവർ മേടിച്ച ടൈല് എവിടെ നിന്നാണോ മേടിച്ച ആ ടൈല് കടക്കാർക്കോ അല്ലെങ്കിൽ ആ കമ്പനി എക്സിക്യൂട്ടീവ്സിന് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന 3 ക്ലീനേഴ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് റോഫിൻ്റെ സെറാ ക്ലീൻ ആണ്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന 3 പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റാണ്.
അത് കഴിഞ്ഞ് നമ്മൾ ക്ലെൻസ TC ഉപയോഗിക്കുന്നു. ഇത് MYK ലാറ്റിക്രേറ്റിൻ്റെ ആണ്. പിന്നെ ഏറ്റവും അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ക്ലെൻസ EG ആണ്. അതായത് ഇത് സ്വല്പം എക്സ്പെൻസീവ് ആണ്, ഇത് സ്വല്പം ഹാർഷും ആണ്. മൈൽഡായിട്ടുള്ള ടൈൽ ക്ലീനേഴ്സ് നമുക്ക് ഇച്ചിരി കെയർലെസ് ആയിട്ട് ടൈലിൻ്റെ പുറത്ത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്ലെൻസ EG പോലത്തെ ഹാർഷായിട്ടുള്ള ക്ലീനേഴ്സ്, അതായത് പവർഫുൾ ആയിട്ടുള്ള ക്ലീനേഴ്സ് നമ്മൾ ശരിക്കും വളരെ കെയർഫുൾ ആയിട്ട് ടൈലിൻ്റെ പുറത്ത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഡീറ്റെയിലിൽ കണ്ടു നോക്കാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മെത്തേഡ്. ഇപ്പം മൈൽഡായിട്ടുള്ള സൊല്യൂഷനാണ് റോഫിൻ്റെ ടൈൽ ക്ലീൻ. അപ്പോൾ അത് ആദ്യം നിങ്ങൾ കണ്ട് എവിടേക്കാണോ എപ്പോക്സി ഇട്ട് അവിടെ എല്ലാം ഇത് സ്വല്പം ഡൈല്യൂട്ട് ചെയ്ത് ഇതിട്ട് അത് കഴിഞ്ഞിട്ട് പുട്ടി ബ്ലേഡ് വെച്ച് അതെല്ലാം ഒന്ന് ഉരച്ചെടുത്ത് ഇത് ഉടനെ അല്ല, ഇത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പ്രോസസ്സ് വരുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ച് ക്ലീൻ ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് വെച്ച് ക്ലീൻ ആവുന്നുണ്ടോ. ഈ ആപ്ലിക്കേറ്റേഴ്സ് എല്ലാം കമ്പനി ട്രെയിൻഡ് ആപ്ലിക്കേറ്റേഴ്സ് ആണ്. എവി ടൈൽസ് ആൻഡ് സാനിറ്ററി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ഇതുപോലത്തെ എല്ലാ ആവശ്യങ്ങൾക്കും കമ്പനിയിൽ നിന്ന് ട്രെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഇതുപോലത്തെ വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ കോൺടാക്റ്റ് തരാൻ പറ്റും. നമ്മൾ നമ്മൾ ട്രൈ ചെയ്തപ്പം ആക്ച്വലി റോഫിന്റെ ടൈൽ ക്ലീൻ വെച്ച് അത് പോയില്ല. അത് റോഫിന്റെ ടൈൽ ക്ലീൻ മോശം ടൈൽ ക്ലീനർ ആയതുകൊണ്ടല്ല, പക്ഷേ ഈ വന്നേക്കുന്ന എപ്പോക്സി ഹേസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അത് ആ ആസിഡ് ക്ലീനറിന്റെ കപ്പാസിറ്റിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റെയിൻ ആണ് ഇപ്പോൾ ഇവിടെ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം MYK ലാറ്റിക്രേറ്റിന്റെ ക്ലെൻസ എന്ന് പറയുന്ന ടൈൽ ക്ലീനർ ആണ് നമ്മളിപ്പം ഉപയോഗിച്ചത്. ഇത് വെച്ച് എത്രത്തോളം ക്ലീൻ ആവും നമുക്ക് കണ്ടു നോക്കാം. ലാറ്റിക്രേറ്റിൻ്റെ ക്ലെൻസ ടൈൽ ക്ലീനർ വെച്ച് അത് അത്രയും ക്ലീൻ ആയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ക്ലെൻസ ഈസി വെച്ച് തന്നെ നമ്മൾ ഇനി ഇതിനെ ക്ലീൻ ചെയ്യാൻ നോക്കണം. കാരണം ക്ലെൻസ ഈസിയും വെച്ച് ഇത് പറ്റിയില്ലെങ്കിൽ പിന്നെ ആക്ച്വലി ക്ലെൻസ ഈസി വെച്ച് പറ്റാത്തത് ഇല്ല. കാരണം അത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കെമിക്കലാണ്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ആക്ച്വൽ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡ് അല്ലെങ്കിൽ അതുപോലെ ഫോർമിക് ആസിഡ് പോലത്തെ സ്ട്രോങ് പ്യുവർ ആസിഡ്സ് വെച്ചേ പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫേസ് മാസ്കും ഒക്കെ ഉപയോഗിച്ച് അത് വളരെ ഒരു റിസ്കി പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം ക്ലെൻസ TC വെച്ച് തന്നെ ഇത് അഴുക്ക് ഇളകി തുടങ്ങി, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അതേപോലെ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഗ്ലൗസ് ഇടണം. കാരണം ഇത് സ്ട്രോങ് ആസിഡാണ്. അത് വെച്ച് കൈ പൊള്ളാനോ അല്ല അലർജീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് കാണാം ഹെയ്സ് സ്മൂത്തായിട്ട് ഹെയ്സ് ഇളകി വരുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് ഇപ്പം ഈ ടൈലിനെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. ടൈലിൻ്റെ സർഫേസിനോ ക്വാളിറ്റിക്കോ ഒരു വിഷയവും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. എസ്പെഷ്യലി അവരത് കാലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ കണക്കിന് ഉള്ള ക്വാണ്ടിറ്റിയെ അവർ അതിനകത്ത് ഒഴിക്കുന്നുള്ളൂ. ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും വർക്കർ ഹേസ് ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിനകത്ത് ജോയിൻറ്റ് ഫില്ലിങ്ങിനകത്ത് എന്തെങ്കിലും കുറവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചാടി നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ലൈൻ ക്ലിയർ അല്ലെങ്കിൽ അതും അവർ പുട്ടി ബ്ലേഡ് വെച്ച് ശരിയായി പോകുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല പണിക്കാരുടെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണത്. ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വർക്കും കൂടെ അതിൻ്റെ കൂടെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ അവർ അതും ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ടൈല് ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ആക്ച്വൽ കളർ കജാരിയുടെ ഡാസൽ മർഫിൽ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈലാണ്. ബ്യൂട്ടിഫുൾ ടൈല GBT സിമെന്റീഷ്യസ് ഫിനിഷിന്റെ ലൈറ്റ് ഷെയ്ഡാണ്. ഇതിന്റെ ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. അപ്പം അതാണ് ഈ ഫ്ലോർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അത് ക്ലീനായി അതിന്റെ പ്യുവർ ഫോമിലോട്ട് ഇത് വരുന്നുണ്ട്. അപ്പം ഇനി ഇതേപോലെ എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലത്തെ കറ പിടിച്ച് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതിന് വർക്കേഴ്സിനെ വിളിച്ച്, കാരണം ഈ വർക്കേഴ്സിന് റെമ്യൂണറേഷൻ വളരെ ഹൈ ആണ്, വളരെ സ്കിൽഡ് വർക്കാണ്. അത് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന വർക്കേ ഉള്ളത്. നമുക്ക് ഇപ്പം ഈ പ്രോസസ്സ് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു സൺഡേ നമുക്ക് ഓരോ പോർഷനായിട്ട് നമ്മൾ ഓരോ അവധി ദിവസങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് ഒന്നും അത്ര എക്സ്പെൻസീവ് അല്ല, പിന്നെ ഇതൊന്നും അത്ര ഹാർഷും അല്ല. എന്നാലും ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൗസ് ഇട്ടുകൊണ്ട് നമുക്ക് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന വർക്കേ ഉള്ളൂ. അപ്പം ടൈൽസ് ഇതുപോലത്തെ ഒരുപാട് ടൈൽ ക്ലീനർ എല്ലാ കമ്പനിക്കും അവൈലബിൾ ആണ്. പക്ഷേ ഇത് പലരും ഇത് ഇങ്ങനെ അറിയാതെ ഇത് എടുത്ത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് വീട്ടിൽ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വീടിൻ്റെ ഉൾഭാഗം അത്രയും പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ പോലും ഉള്ളിടത്ത് നമുക്ക് അപ്പം ഇവിടെ കണ്ടാൽ മതി. ഇവിടെ ഹാർഷ് അല്ല, നമ്മുടെ ലൈറ്റായിട്ടുള്ള ടൈൽ ക്ലീനർ ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഈസി ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ടൈൽ ക്ലീനർ വെച്ച് തന്നെ ക്ലീൻ ആവുന്നത്. അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഫ്ലോർ കിടപ്പുണ്ട്. ഇത് കജാരിയുടെ ഫുൾ ബോഡി വിട്രിഫൈഡ് ആണ്. അപ്പം
അതിൻ്റെ വ്യത്യാസം വീടിൻ്റെ ഓണേഴ്സ് വളരെ ഹാപ്പിയാണ്. അവർ എങ്ങനെയാണോ ഷോറൂമിന് ടൈല് കണ്ട് താമസം തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് അവർക്ക് അത് ശരിക്കും റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് വളരെ നല്ല അഭിപ്രായം അവർക്ക്. അതേപോലെ ഇനി ഇതുപോലത്തെ അഴുക്ക് ഇതിനകത്ത് പിടിക്കത്തില്ല, 100% ഗ്യാരണ്ടി. ഷോപ്പിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്, കമ്പനിയുടെ ഗ്യാരണ്ടിയിലോട്ട് പോകേണ്ട കാര്യമില്ല. അത്രയും നന്നായിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവ് ഈ ടോപ്പിക്കിനെ കുറിച്ച് തന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ വിളിക്കാം. അതേപോലെ ഇതുപോലത്തെ എന്തെങ്കിലും സർവീസ് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ടൈല് മേടിക്കണമെന്നില്ല, മേടിച്ചിട്ട് വേറെ ടൈലിൽ നിന്ന് മേടിച്ചവരിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്കത് ആവുന്ന രീതിയിൽ പരിഹരിച്ച് തരാൻ പറ്റും. അപ്പം കണ്ടിരുന്നതിന് നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.